യമനിലെ ഹൂതി വിമതർ ടെൽ-അവീവിൽ മിസൈൽ പ്രയോഗിച്ചതിനു ശേഷം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച പ്രസ്താവിച്ചു. ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ അവസാനത്തെ ശേഷിക്കുന്ന ആയുധമായി ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി. അൻസാർ അല്ലാഹ് എന്നും അറിയപ്പെടുന്ന ഹൂതികൾ തലസ്ഥാനമായ സന ഉൾപ്പെടെ യമനിലെ ഭൂരിഭാഗങ്ങളും സൗദി അറേബ്യയോട് ചേർന്നുള്ള ചില പടിഞ്ഞാറൻ വടക്കൻ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സായുധ സംഘമാണ്. അതേസമയം തെക്കൻ ഗസയിലെ സുരക്ഷിത മേഖലകളിലും ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. അൽ മവാസിയിലെ സുരക്ഷിത മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 7 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇതോടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചവരുടെ എണ്ണം 50ആയി. ആക്രമണങ്ങളെ അപലപിച്ച് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി രംഗത്തെത്തി. സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ സാധാരണ സംഭവങ്ങളായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. സാധാരണക്കാരാണ് കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നതെന്നും ഫിലിപ്പ് ലസാരിനി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഇവിടെ സാധാരണമായി മാറിക്കഴിഞ്ഞു. ഇത് ലോകം കണ്ടില്ലെന്ന് നടിക്കരുത്. എല്ലാ യുദ്ധങ്ങൾക്കും നിയമങ്ങളുണ്ട്. ഇവിടെ അവ ലംഘിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഹൂതികൾ നിയന്ത്രണം നിലനിർത്തുന്നതിനാൽ യമൻ ഒരു ദശാബ്ദമായി ആഭ്യന്തര യുദ്ധത്തിലാണ്. ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് അവകാശപ്പെട്ട് ശനിയാഴ്ച ഹൂതികൾ ഇസ്രായേലിന്റെ വാണിജ്യ കേന്ദ്രം ആക്രമിച്ചു. 16 പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് അവരുടെ വീടുകൾ വിടാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഇറാൻ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭീകര ആയുധങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തിയോടെ പ്രവർത്തിച്ചതുപോലെ ഞങ്ങൾ ഹൂതികൾക്കെതിരെയും ശക്തിയോടെയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും പ്രവർത്തിക്കുമെന്ന് നെതന്യാഹു വീഡിയോയിൽ പ്രസ്താവനയിൽ പറഞ്ഞു. ശനിയാഴ്ചത്തെ ടെൽ-അവീവിൽ ഹൂതികൾ ഇസ്രായേലിനെതിരെ നടത്തിയ രണ്ടാമത്തെ ആക്രമണമായിരുന്നു. ഗസയിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനു ശേഷം നിരവധി ആക്രമണങ്ങളിൽ ഒന്നാണിത്. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിരിക്കെ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതായി ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ പറയുന്നു. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ മാരകമായ ആക്രമണത്തെ തുടർന്ന് 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത്. ഹൂതികൾ ടെൽ-അവീവിൽ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ശനിയാഴ്ച യമനിലെ വിമത തലസ്ഥാനമായ സനയിലെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി അമേരിക്ക പറഞ്ഞതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ അഭിപ്രായ പ്രകടനം. ലക്ഷ്യങ്ങൾ ഹൂതി മിസൈൽ സംരംഭ കേന്ദ്രവും കമാൻഡ് ആൻഡ് കൺട്രോൾ സൗകര്യവും ഉൾപ്പെടുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു. ചെങ്കടലിന് മുകളിലൂടെ ഹൂതികളുടെ ഒന്നിലധികം ഡ്രോണുകളും കപ്പൽ വിരുദ്ധ ക്രൂസും മിസൈലും US സേന വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും 2 US നാവിക പൈലറ്റുമാരെ ഞായറാഴ്ച പുലർച്ചെ ചെങ്കടലിന് മുകളിലൂടെ വെടിവെച്ച് വീഴ്ത്തിയതായി സൗഹൃദ വെടിവെപ്പിന്റെ വ്യക്തമായ സാഹചര്യത്തിൽ US സൈന്യം പറഞ്ഞു. ഒരു ദിവസം മുൻപ് വിമാനവാഹിനി കപ്പലായ US ഹാരി എസ് ട്രൂമാനെ തങ്ങൾ ലക്ഷ്യം വെച്ചതായി ഹൂതികൾ പിന്നീട് അവകാശപ്പെട്ടു. ആഗോള വ്യാപാരത്തിന് സുപ്രധാനമായ ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന് മറുപടിയായി US-ഉം ബ്രിട്ടീഷ് സേനയും യമനിലെ വിമത കേന്ദ്രങ്ങൾ ആവർത്തിച്ചാക്രമിച്ചു. തങ്ങളുടെ പ്രദേശത്തിനെതിരായ വിമത ആക്രമണത്തിന് ശേഷം തുറമുഖങ്ങളും ഊർജ്ജ സൗകര്യങ്ങളും ഉൾപ്പെടെ യമനിലെ ഹൂതികളെ ഇസ്രായേൽ മുമ്പ് ആക്രമിച്ചിട്ടുണ്ട്. വടക്കൻ ഗസയിൽ ഉപരോധം ആരംഭിച്ചതിനു ശേഷം ആതുരാലയങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ. ഇവിടങ്ങളിൽ ഹമാസ് രഹസ്യമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെല്ലാം. എന്നാൽ ഇസ്രായേൽ ആരോപിക്കുന്നത് പോലെ ആശുപത്രിക്കുള്ളിലോ സമീപത്തോ ഒരു തരത്തിലുള്ള പോരാട്ട പ്രവർത്തനങ്ങളും നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടക്കുന്നതായി UN മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. അതേസമയം 2.5 മാസത്തിനിടെ 12 ട്രക്കുകൾ മാത്രമാണ് വടക്കൻ ഗസയിൽ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നതെന്നും ഇതിൽ തന്നെ സഹായം സ്വീകരിച്ചു വരുന്നവരെ ഇസ്രായേൽ സേന ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും AFP വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് സഹായ സംഘമായ ഓക്സ്ഫാം പറയുന്നു. ട്രക്കുകളെത്തുമ്പോൾ ഇസ്രായേൽ സൈന്യം ബോധപൂർവമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഓക്സ്ഫാം പറയുന്നുണ്ട്.